തൃശൂരിൽ പൊതുവിടത്ത് കക്കൂസ് മാലിന്യം തള്ളിയ സാമൂഹ്യ വിരുദ്ധരെ പിന്തുടർന്ന് പിടികൂടി ആംബുലൻസ് ഡ്രൈവേഴ്സ്. ലോറിയെ ആംബുലൻസ് പിന്തുടരുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അമൽ സുരേന്ദ്രനാണ് ചേരുന്നത് തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായി. അമൽ, പറയൂ, പലപ്പോഴും ഈ പാതിരാത്രിയിൽ ഇതുപോലുള്ള കാര്യങ്ങൾ പലയിടങ്ങളിലും സംഭവിക്കുന്നുണ്ട്. വലിയ പരാതിയൊക്കെ ഉന്നയിക്കുമ്പോഴും ഇത് തുടരുന്നുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണോ ഇപ്പോൾ നേരിട്ട് തന്നെ ഈ ആംബുലൻസ് ഡ്രൈവർമാർ അവരെ പിടികൂടിയത്? ഈ കക്കൂസ് മാലിന്യം അടക്കമുള്ള കാര്യങ്ങളുടെ സംസ്കരണവുമായി ബന്ധപ്പെട്ട് വ്യക്തമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഭാഗത്തു നിന്നുള്ളപ്പോൾ തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത്. ഏതായാലും ഇന്ന് പുലർച്ചെയാണ് തൃശൂർ കാഞ്ഞാണി ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ മണലൂർ ഭാഗത്ത് ആമ്പൂർ മണലൂർ ഭാഗത്താണ് ഈ ഒരു കക്കൂസ് മാലിന്യം തള്ളുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നത്. കാഞ്ഞാണി പുഴയുടെ ഭാഗത്ത് ഈ ഒരു പെരുമ്പുഴ എന്ന് പറയുന്ന ഭാഗത്താണ് ഈ കക്കൂസ് മാലിന്യം തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതേ തുടർന്ന് ഈ മാലിന്യം തള്ളി രക്ഷപ്പെടാൻ ശ്രമിച്ച ഈ ഒരു ടാങ്കർ ലോറിയെ അവിടെ ഉണ്ടായിരുന്ന ആംബുലൻസ് ഡ്രൈവർമാർ പിന്തുടരുകയും ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് പോലീസിനെ വിളിക്കുകയായിരുന്നു. പക്ഷേ ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷവും പിന്നീട് ആമ്പൂർ ഭാഗത്ത് വീണ്ടും 2 ലോറികൾ എത്തി വീണ്ടും ഇതുപോലെ കക്കൂസ് മാലിന്യം തള്ളുന്ന സ്ഥിതി ഉണ്ടായി. അപ്പോൾ അവിടെ എത്തി വീണ്ടും ഈ 3 ലോറികളെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയാണ്. ഏതായാലും അന്തിക്കാട് പോലീസ് ഈ 3 ലോറികളെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തി വരികയാണ്. ഈ ലോറികളുടെ ഉടമകൾക്കെതിരെയും കേസെടുക്കുവാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. സ്മിത, ശരി. അമൽ സുരേന്ദ്രനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ തൃശൂരിൽ നിന്നും നൽകിയത്.